ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. വീട്ടിൽ പണികളും അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ സുടുമോൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. സുടുമോനവിടെ ഞാൻ നമുക്കിപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ രാവിലെ 10 മണിക്കുള്ളിൽ വേഗം വന്ന് ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 4:30, 4:45, 5 മണി നേരത്താണ് പിന്നെ ഒരു തണലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്താണ് നമുക്കൊന്ന് സുടുമോനെ ആയാലും പുറത്തേക്കായാലും മുറ്റത്തേക്കായാലും ഒന്ന് അറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സുടുമോനെയും കൊണ്ട് ഒരു 4:30, 4:45 കഴിഞ്ഞപ്പോൾ സുടുമോനെയും കൊണ്ട് മർത്തിക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ സുടുവിനോട് പറഞ്ഞു നമുക്ക് വൃത്തിയാക്കാം സുഡുവോ എന്ന് പറഞ്ഞപ്പോൾ സുഡു എന്ന് പറഞ്ഞു കേട്ടോ. സുടുമോൻ പിന്നെ എല്ലാത്തിനാന്ന് പറയുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് തന്നെ അവിടെ വീൽ ചെയറിൽ ഞാൻ അവിടെ ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ സുടുമോനെ, ബ്രേക്കൊക്കെ ഇട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ സുടുമോൻ ഇങ്ങനെ വാഴയിലയുടെ അടുത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തിയ കാരണം കൊണ്ട് ഇടയ്ക്ക് വാഴയിലൊക്കെ ഒന്ന് പൊട്ടിക്കാനൊക്കെ ആയിട്ട് പോയി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അടഞ്ഞപ്പോൾ പിന്നെ അമ്മ തന്നെ അങ്ങോട്ട് ഒന്ന് ഉന്തിയൊക്കെ കൊണ്ട് നടന്നു കേട്ടോ അവനെ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ മുറ്റത്ത് കുറച്ച് പുല്ലും ഇതൊക്കെ കളഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് പറ്റണ പോലെ രീതിയിലൊക്കെ ഞാൻ എല്ലാവിടെയും വൃത്തിയാക്കി, വാഴയില അവിടെയൊക്കെ ചെത്തി വൃത്തിയാക്കി. പിന്നെ നമ്മുടെ കാർ പോർച്ച്, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാലും പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ ആകെ കൂറ പോലെയാവും കേട്ടോ, കൂത്ര പോലെയാവും. അത് ഇപ്പോൾ നോക്കിയാലും കാര്യമില്ല. നമ്മളെങ്ങനെയൊക്കെ വീട് എങ്ങനെയൊക്കെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലും പിന്നെ കുറേ കഴിയുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പണിയും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം കൊണ്ട് എല്ലാ വക ചാവാരങ്ങളും നമ്മുടെ ഈ വീട്ടിലാണ് കേട്ടോ ഇരിക്കണത്. എല്ലാ വക സാധനങ്ങളും ഇവിടെയാണ് ഇരിക്കണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉമ്മറത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങോട്ട് എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റലും പിടിക്കലൊന്നും നടക്കില്ല. അപ്പോൾ അതുമത്തെ അവിടുത്തെ വീടിൻ്റെ ജനലുകളും ഗ്ലാസ്സൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് സിമെൻറ്റ് ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ മൊത്തം ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചേക്കണത്, എടുക്കാനൊക്കെ എളുപ്പത്തിന് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരുവിധം ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞ് പിന്നെ സിറ്റ് ഔട്ടിലേക്ക് കടന്നു. പിന്നെ സിറ്റ് ഔട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹാളിലേക്ക് വേഗം കടന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളിലൊക്കെ പിന്നെ 2 നേരം നമ്മളിങ്ങനെ തുടയ്ക്കണ കാരണം കൊണ്ട് അധികം വലിയ പൊടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേഗം ഒന്ന് തുടച്ചാൽ മതിയോ. പിന്നെ നമ്മൾ ഡെറ്റോളൊക്കെ മുക്കി എപ്പോഴും തുടയ്ക്കണതല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് നമ്മളൊരു ദിവസം ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് അങ്ങോട്ട് എല്ലാ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നീട് അതെടുത്ത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കും ഒരു വലിയ ഉഷാറുണ്ടാവില്ല. അപ്പോൾ ക്ലീനിങ്ങിന് നിൽക്കണം അന്ന് എല്ലാവരുടെയും ക്ലീൻ ചെയ്യണം. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, മിക്ക ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുടുമോൻ്റെ റൂമിൽ മാത്രം വലിയ കാര്യമായിട്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സുടുമോൻ്റെ പിന്നെ നമുക്ക് വിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ മതിയാവും. പിന്നെ ജസ്റ്റ് എന്നും മാറല്ല തട്ടണതാണ്. പിന്നെ സുടുമോൻ്റെ എന്നും തട്ടിയില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുമോൻ്റെ ജനാല ഞാൻ തുറന്നിടൽ കുറവാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനാല തുറന്നിടാൻ പേടിയാട്ടോ. ഈ പാമ്പ് ഇതൊക്കെ ഇങ്ങനെ കയറും എന്നുള്ളൊരു ടെൻഷനാണ്. ഒരു പ്രാവശ്യം ഇതേപോലെ അങ്ങനെ നമ്മളുടെ ഹാളിൽ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ തൊട്ട് എനിക്ക് ജനാലയൊക്കെ തുറന്നിടാനായിട്ട് ഒരു പേടിയാണ് എന്തോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തുറന്നിടൽ കുറവാണ്. പിന്നെ തുറന്നിട്ടാൽ തന്നെ ഞാൻ ചിലപ്പോൾ വൈകിട്ട് ചിലപ്പോൾ പിന്നെ അടയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും മറക്കും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാൻ മറന്നിട്ട് തന്നെയില്ല, സത്യത്തിൽ പേടി തന്നെയാണ് കേട്ടോ. പാമ്പ് ഇപ്പോൾ പേടിയില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുഞ്ഞ് പിള്ളേരുകളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നിടത്ത് എന്തായാലും എനിക്ക് ജനാല തുറന്നിട്ട് അങ്ങനെ ഒരു മടിയാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പോൾ ഞാനത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സുടുമോൻ്റെ തുണികളും എൻ്റെ തുണികളും ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മടക്കാനായിട്ട് എല്ലാവർക്കും ദേഷ്യമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് സത്യത്തിൽ എനിക്ക് തുണികളൊക്കെ മടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്കത് അങ്ങനെ തുണികളൊക്കെ മടക്കാനായിട്ട് അമ്മയാണ് എൻ്റെ അടുത്ത് കയ്യിൽ കൊണ്ട് തരാറ് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റേതായ ഇതിൽ മടക്കി പണ്ടേ തൊട്ട് വയ്ക്കും കേട്ടോ. അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ അത് അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് മടക്കാനായിട്ട്. അപ്പോൾ പ്രിയ അത് നല്ല രീതിയിൽ മടക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അവിടെ അമ്മ തരും കേട്ടോ. അപ്പോൾ അവിടെ അമ്മയോടും ഞാൻ പറയാറുണ്ട് കേട്ടോ, ഇവിടെ അത് അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്, അപ്പോൾ എൻ്റെ തന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിങ്ങനെ മടക്കി ഇപ്പോൾ ഭയങ്കര ശീലമായിട്ടോ. ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് മടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതൊന്നും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. മടക്കണതൊക്കെ നമ്മുടെ മക്കളുടെ ആയാലും നമ്മുടെ ആയാലും ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി എനിക്ക് ഭംഗിയായിട്ട് അലമാരിയിലൊക്കെ നല്ല വൃത്തിയിലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം കേട്ടോ. എനിക്ക് അലമാരിയൊക്കെ ഇങ്ങനെ ചപ്പും ചവറ് പോലെയൊക്കെ കിടക്കണം കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരും. ഞാനപ്പോൾ ആദ്യം മൊത്തത്തിലെല്ലാം കൂടി ഇങ്ങോട്ട് അടിച്ച് പൊളക്കി ഇങ്ങോട്ട് താഴേക്ക് തന്നെ ഇടും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കതൊന്ന് വൃത്തിയായില്ലെങ്കിൽ പിന്നെ ഞാൻ വെച്ചത് വൃത്തിയായി ഇരിക്കണുണ്ടോ, എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഭയങ്കര നോട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ സുടുമോൻ്റെ റൂമിലേക്ക് വന്ന് സുടുമോൻ്റെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ സുടുമോനുണ്ടല്ലോ ഈ ബെഡ്ഷീറ്റ്
ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇവനുണ്ടല്ലോ, ഈ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ നടുവിലെങ്ങാനും ചെറിയൊരു ഹോളെങ്ങാനും ചെറുതായിട്ട് എങ്ങാനും കിടക്കണുണ്ടെന്നുണ്ടെങ്കിൽ, കീറിങ്ങാനും കിടക്കണുണ്ടെങ്കിൽ ഇവൻ അതിൻ്റെ ഉള്ളിക്കൂടെ ഹോളിൽ ആ തള്ളവിരലിട്ട് തിരികെ ഇവൻ വലിച്ച് കീറി വെക്കും കേട്ടോ. അങ്ങനെ കുറേ ബെഡ്ഷീറ്റ് സുടുക്കുട്ടനെ അങ്ങനെ കളഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരു കുഞ്ഞ് വികൃതിയാണ് കേട്ടോ, ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ സുലുക്കുട്ടൻ്റെ ഭയങ്കര വികൃതിയാണ്. നമ്മൾ കാണില്ല അവൻ കാലിട്ട് തിരിയണതൊന്നും. അവൻ ചിലപ്പോൾ കാലിലിട്ട് നല്ല കളിയിലും കാലൊക്കെ പൊന്തിച്ച് ഭയങ്കര കളിയുടെ സമയത്താവും അവൻ്റെ കാല് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടണത് കേട്ടോ. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവനപ്പോൾ അതൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് പൊന്തിച്ച് കഴിയുമ്പോഴേക്കും അത് വലിയ ഇതായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ അവൻ്റെ കാലും അങ്ങനെ നൂലോ എന്തെങ്കിലും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ അങ്ങനത്തെ. പിന്നെ ഒന്നാമത്തെ കാര്യം, ചില ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ, ചിലപ്പോൾ അതാവും വേഗം കീറണത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഇപ്പോൾ ചേട്ടൻ പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കണത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ കീറണില്ല. ഞാൻ ഇവിടുന്ന് കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിക്കണത് കോട്ടൻ്റെ അതെ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം എവിടെയെങ്കിലുമൊക്കെ കീറിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ മേടിക്കാറില്ല. മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല കോട്ടൻ്റെ തന്നെയാണ് കേട്ടോ മേടിക്കാറ്. സുടുമോന് കിടക്കാനായിട്ട് കോട്ടൻ്റെ മേടിക്കാറ്. ഇതൊക്കെ പിന്നെ ചേട്ടൻ കൊണ്ടുവന്നത് കേട്ടോ, അവിടുത്തെ വിരികളാണ് ഇപ്പോൾ സുഡുവിന് വിരിക്കണത്. പക്ഷെ അത് കോട്ടൺ ആയിരിക്കില്ല കേട്ടോ, രണ്ടും കൂടി മിക്സ് ആയിരിക്കും. പക്ഷെ കിടക്കാനായിട്ട് നമുക്ക് അത്ര വലിയ സുഖമില്ല. പിന്നെ എന്താ, കുറേ നാൾ നിൽക്കും അവിടുത്തെ ബെഡ്ഷീറ്റ് ആകുമ്പോൾ, കുറേ നാൾ ഇങ്ങനെ നിൽക്കും. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം, കളറും പോവില്ല, ഒന്നും പോവില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സുടുമോൻ്റെ ഒരു കുർത്തി എടുത്ത് നോക്കിയിട്ട്, സുടുമോന് ഞാൻ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സുടുമോന് വിഷുവിന് അടിച്ചിടാനായിട്ട്. അപ്പോൾ ഞാനൊരു തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടന് കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടനത് ഇഷ്ടമായില്ല കേട്ടോ. അതാണോ കൊച്ചിനെടുത്തതെന്ന് ചോദിച്ചിട്ട്, നിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ തുണി പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കളിയാക്കിയിട്ടാ. സുടുക്കുട്ടൻ അതൊന്നും അടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കണ്ടോ ചേട്ടൻ അത് അടിച്ചിടുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ഭംഗി കണ്ടോ സുടുമോൻ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ സുടുമോൻ ഒരു കുട്ടിമുണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷുവിന് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ.